ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു എന്നാണ് പുതിയ വിവരം. മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിച്ചേക്കും. CK അബിലാലുണ്ട്. അബിലാൽ, എന്താണ് ഇപ്പോൾ ജയശ്രീയുടെ നീക്കങ്ങൾ? ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളിൽ തനിക്ക് പങ്കില്ല എന്നും താൻ നിരപരാധിയാണെന്നും ഒപ്പം തന്നെ കടുത്ത ശാരീരിക പ്രയാസങ്ങൾ ഉണ്ട് എന്നും കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എസ് ജയശ്രീ പത്തനംതിട്ട സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അപേക്ഷ നാളെ കോടതി പരിഗണിക്കാനുള്ള സാധ്യതയാണ് കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഈ സമാന വിഷയത്തിന്റെ ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹർജിയുമായി ഹൈക്കോടതിയിൽ ജയശ്രീ എത്തിയിരുന്നു. പക്ഷേ ഉപരി കോടതിയിലേക്ക് അല്ല, താഴെ കോടതിയിൽ ആണ് ഈ വിഷയം സമർപ്പിക്കേണ്ടതെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സെഷൻസ് കോടതിയിലേക്ക് അപേക്ഷയുമായി എത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ മുരാരി ബാബു, സുധീഷ് കുമാർ എന്നിവരെ കസ്റ്റഡിയിൽ കിട്ടുന്നതിനായി SIT ഇന്ന് റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ശബരിമലയിലെ ശ്രീകോവിൽ കട്ടളപ്പാളികളുമായി ബന്ധപ്പെട്ട കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നീക്കം എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം നേരത്തെ മുരാരി ബാബു സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ നാളെ റാന്നി കോടതി പരിഗണിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയശ്രീ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതി സമീപിച്ചിരിക്കുന്നു. ഒപ്പം മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ SITയുടെ നീക്കം എന്നുകൂടി പുതിയ അപ്ഡേഷൻ വരികയാണ്.